ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് വാൾപ്പാറയിലോട്ടാണ്. സാധാരണ എല്ലാവരും പോകുന്ന റൂട്ടല്ല, ഇതൊരു പുതിയ റോഡാണ്. മലക്കപ്പാറയിൽ നിന്നും നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് പുതിയൊരു റൂട്ടിലൂടെ നമുക്ക് വാൾപ്പാറയിലോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും കാണുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടൺ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓണാക്കി വെക്കുക. ആതിരപ്പള്ളി എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു ക്ഷേത്രമാണിത്. റോഡ് സൈഡിൽ തന്നെ ഒരു മരവും അതിന് തൊട്ട് ബാക്കിൽ ഒരു പഴയ ഒരുപാട് ഓൾഡായിട്ടുള്ളൊരു ക്ഷേത്രം, അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കോടൊക്കെ മൂടി കണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പച്ചപ്പിൽ ഇങ്ങനെ പൊതിഞ്ഞ് കിടക്കുന്ന ഒരു ക്ഷേത്രം പോലെ ഇങ്ങനെ കാണുന്നത്. ആതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. പക്ഷേ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലോട്ട് നമ്മളിപ്പോൾ ഇന്ന് പോകണമെന്നില്ല. ഇന്ന് പോകേണ്ടത് വാൾപ്പാറയാണ്. അപ്പോൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം റോഡ് സൈഡിൽ നിന്നിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ യാത്രയുടെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് സോളോ റൈഡായിട്ട് നമ്മൾ പോകണം. ഒറ്റയ്ക്ക് ബൈക്ക് റൈഡായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം ആതിരപ്പള്ളി വാട്ടർഫാൾസ് കഴിഞ്ഞ് നമ്മളിപ്പോൾ വായനശാല വാട്ടർഫാൾസിൻ്റെ ഇടയിൽ വരുന്നൊരു ചാർപ്പ വാട്ടർഫാൾസ് ഉണ്ട്. ഈ ഒരു ബ്രിഡ്ജ് ഇവിടെ നല്ല രസമുള്ളൊരു കാഴ്ചയാണ് ഈ ചാർപ്പ വാട്ടർഫാൾസ്. അപ്പോൾ ഇവിടെ ഇതുവഴി പോകുന്നവരെല്ലാം ഒരു 5 മിനിറ്റ് ഇവിടെ നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടേ പോകാറുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം. വാഹനം നിർത്തിയിട്ടൊന്ന് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്. നമ്മൾ വായനശാല എത്തിയിട്ടുണ്ട്. വായനശാല ചെക്ക് പോസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നാണ് ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം, വണ്ടി നമ്പർ, നമ്മൾ കയറുന്ന സമയം, ഒരു റെസീറ്റ് അവിടുന്ന് തരും. ഈ റെസീറ്റ് നമ്മൾ ഇനി നമ്മളെ വാൾപ്പാറ മലക്കപ്പാറ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ടാകും, അവിടെ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വായനശാല ചെക്ക് പോസ്റ്റിന് അവിടെ കണ്ട് കാർഡ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി ഏകദേശം ഒരു 55 കിലോമീറ്റർ കഴിഞ്ഞാലാണ് നമ്മളെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തുന്നത്. അപ്പോൾ 55 കിലോമീറ്ററോളം ഇനി ഉൾക്കാട്ടിലൂടെയാണ് നമ്മളെ യാത്ര. ഒരു ചോലയാണിത്, വെള്ളം ഒഴുകി വരുന്ന ഒരു ചോല. ഇതുപോലുള്ള ഒരുപാട് ചോലകൾ ഈ റൂട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. വരുമ്പോൾ ചായ പിടിക്കാൻ കയറിയ ചായക്കടയിലെ ചേട്ടനാ പറഞ്ഞ് ഈ തടാകത്ത് നിന്ന് മീൻ പിടിക്കുമ്പോൾ ചീങ്കണ്ണിനെ കണ്ടു. അതായത് ഇവിടെ മീൻപിടുത്തക്കാർ വല എറിഞ്ഞപ്പോൾ ചീങ്കണ്ണി വലയെ കുടുങ്ങിത്ര. അത്യാവശ്യം നല്ല സൈസുള്ള ചീങ്കണ്ണിയാന്നാണ് പറഞ്ഞത്. തടാകത്ത് നിന്ന് കയറി വന്നപ്പോൾ ഒരു മൈല് മുമ്പ് തന്നെ എന്നെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുക, പതുങ്ങി നിൽക്കുന്നുണ്ട്. സമയത്ത് കുറച്ച് കണ്ടിരുന്നു, ഇപ്പോൾ തീരെ കാണില്ല, കംപ്ലീറ്റ് കോട ഒന്ന്. എത്ര പെട്ടെന്ന് നമ്മളിവിടെ ഒരു കാട്ടുപോത്തിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സൈസുള്ളൊരു അടിപൊളി സാധനമാണ്. പൊളി സാധനം, നല്ല സൈസുണ്ട്, അത്യാവശ്യം നല്ല സൈസുണ്ട്. അങ്ങനെ കാട്ടുപോത്തിനെ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ നല്ലൊരു ആനച്ചൂര് മണക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വളവാക്കൊന്ന് സ്ലോ ആക്കിയിട്ടാണ് പോയിരുന്നു. കാരണം പെട്ടെന്ന് ആന എങ്ങനെ മുമ്പിലുണ്ടാവോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. ഒറ്റക്കല്ലേ. നല്ല ആനപ്പിണ്ടം റോട്ടിലുണ്ടായിരുന്നു. ഏകദേശം
ഈ ഒരു 1 hour 2 hour ഒക്കെ പഴക്കേ ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് കണ്ടറിയാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു പച്ചപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ പോയി. ഞാൻ പ്രതീക്ഷിച്ചു ഒരു ആനനെ കാണും എന്നൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ കണ്ടില്ല. നേരെ നമ്മൾ മലക്കപ്പാറ എത്തി. ഒരു ചായയൊക്കെ കുടിച്ച് നല്ല കോടയും തണുപ്പും ഉണ്ടായിരുന്നു മലക്കപ്പാറ. ഏകദേശം ഒരു 11:30-12 മണി ആയിരുന്നു. ഇവിടെ വേറെയും കുറേ റൈഡേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഗ്രൂപ്പായിട്ട് വന്നിട്ടുള്ള റൈഡേഴ്സാണിത്. മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വായനശാല ചെക്ക് പോസ്റ്റിന് തന്ന നമ്മളെ റെസീറ്റ് ഇവിടെ കൊടുക്കണം. ഇത് കേരള ചെക്ക് പോസ്റ്റാണ്. ഇനി 2 കിലോമീറ്റർ കഴിഞ്ഞാലാണ് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എത്തുക. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ റോഡ് മാറേണ്ടത്. നമ്മൾ പറഞ്ഞ പുതിയ റോഡിലേക്ക് കയറേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് റോഡ് ഇച്ചിരി മോശമാണ്. തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നല്ല റബ്ബറൈസർ റോഡാണ്. നല്ല കോടുണ്ടായിരുന്നു. ഏകദേശം ഒരു 10-20 മീറ്ററിൻ്റെ അകലം നമുക്ക് കാണാൻ പറ്റിയിരുന്നില്ല. കംപ്ലീറ്റ് കോടയാണ്. മലക്കപ്പാറ അങ്ങാടി ഏകദേശം കഴിഞ്ഞു. ഇവിടെ പഴയ ബിൽഡിങ്ങുകളുണ്ട്. കാണാനൊക്കെ പഴയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് ഷോപ്പുകളൊക്കെ ഈ ഒരു ലുക്കിലാണ് വരുന്നത്. ധാരാളം ഹോം സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നു. ഏകദേശം നമ്മൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റ്, ഇവിടെ നിന്നാണ് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ പിന്നെ തമിഴ്നാടായി. അപ്പോൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ നിന്ന് വലത്തോട്ടുള്ള റോഡിനാണ് നമ്മൾ പോകേണ്ടത്. ഇതാണ് തമിഴ്നാട് ചെക്ക് പോസ്റ്റ്. അവിടെ ഇങ്ങനെ ബോർഡ് കണ്ടു, ഒരു പച്ച ബോർഡ്. ആ ഇടത്തോട്ടുള്ള റോഡ് അത് നമ്മൾ നോർമൽ വാൾപ്പാർക്ക് പോണ റോഡാണ്. നമ്മൾ ഈ വലത്തോട്ട് പോണ റോഡാണ്. കുറച്ച് ഭാഗം കുറച്ച് കച്ചറുണ്ട്, കല്ലും മുട്ടയൊക്കെ ആയിട്ടുണ്ട്. ഒരു 50 മീറ്റർ 100 മീറ്ററോളം കുറച്ച് കച്ചറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല റോഡുമൊക്കെയാണ് എത്തുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റൂട്ടിലൊന്ന് ട്രൈ ആക്കി നോക്കുക. എല്ലാ വാഹനം പോകുന്ന റോഡ് തന്നെയാണ്. ഈ റോഡിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഒരു കാഴ്ചയാണിത്. ഈ തേയിലത്തോട്ടങ്ങൾ. നല്ല ഭംഗിയിൽ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് ഈ ഒരു റൂട്ടിൽ കിട്ടുന്ന ഒരു പ്രത്യേകത. ആ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് പേര് അവിടെ നിന്നൊരു പ്രൈവറ്റ് റോഡിലൂടെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഒരു ടീ ഫാക്ടറി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അവിടുന്ന് വർക്ക് കഴിഞ്ഞിട്ട് ഈ തോട്ടത്തിൻ്റെ താഴ്വരയിൽ 2 ബിൽഡിങ്, അത് ഒരുപാട് പഴക്കമുള്ള ബിൽഡിങ്. അതിൽ ഒന്ന് ഏകദേശം തകർന്ന് തീരുമാനമായിട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഏകദേശം ഈ ഒരു ഭാഗത്തെ 2 റോഡായിട്ട് തിരിയുന്നുണ്ട്. ഇതിൽ ഏത് റോഡിന് 2 സൈഡിലേക്ക് പോയാലും നമുക്ക് വാൾപ്പാറിന് എത്താം. ഞാൻ ഇപ്പോൾ അടുത്ത റോഡിനാണ് പോയത്. അപ്പോൾ ബോർഡിൻ്റെ മുകളിൽ 2 മയിലിനെ കണ്ടു. ഞാൻ എന്നെ കണ്ടപ്പോൾ അത് പാറി. ഇവിടെ ഒരുപാട് മയിലും അതുപോലെ വേറെയും മറ്റു പക്ഷികളൊക്കെ ഉണ്ട്. നമുക്ക് ക്യാമറയിൽ അത്ര പകർത്താൻ കഴിഞ്ഞില്ല. ഒരുപാട് കിളികളെ കാണാൻ പറ്റുന്ന റൂട്ടാണിത്.
കിളികളെ മാത്രമല്ല ഈ റോഡിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആന അതുപോലെ കാട്ടുപോത്ത് ഒക്കെ കാണാറുണ്ട്. പക്ഷേ അതിനൊക്കെ കാണണമെങ്കിൽ ഏർലി മോർണിംഗിൽ വരണം, അല്ലെങ്കിൽ ഈവനിങ് ഒരു 6 മണി ആ നേരത്തേക്ക് ഇറങ്ങുക. ഏകദേശമൊക്കെ റോട്ടിൽ ഇറങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും എന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. തോട്ടത്തിൻ്റെ നടുവിലൂടെ ഒഴുകി വരുന്നൊരു അരുവി, നല്ല ഭംഗിയുണ്ടല്ലേ. ഞാൻ മാക്സിമം സൂം ചെയ്തിട്ടെടുത്താണ്. ഇവിടെ എന്തൊക്കെയോ എന്താണെന്ന് മനസ്സിലാവണില്ല എനിക്ക്. കുരങ്ങന്മാരാണോ? കുരങ്ങന്മാരാണോ? നല്ല ഭംഗിയുള്ളൊരു റൂട്ട് തന്നെ കേട്ടോ. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഇതുവഴി വരുന്നവരൊക്കെ. നല്ലമുടി വ്യൂ പോയിന്റ് ഈ റൂട്ടിലാണുള്ളത്. നമുക്ക് അവിടെ നിന്ന് പോയേക്കാം. ഞാനിപ്പോൾ ഉള്ളത് നല്ലമുടി വ്യൂ പോയിന്റിലോട്ട് പോകുന്ന വഴിയിലാണ്. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ നമുക്ക് കാൽനടയായിട്ട് നടന്ന് പോകണം. ഇവിടുന്ന് വാഹനം ഇങ്ങോട്ട് കടത്തി വിടില്ല. അപ്പോൾ നടന്ന് 1/2 കിലോമീറ്റർ നടന്ന് പോയാൽ ഇവിടെ നല്ലമുടി വ്യൂ പോയിന്റിലേക്ക് എത്തും. നമുക്ക് പോയി നോക്കാം എന്താണ് അവിടുത്തെ വ്യൂ പോയിന്റ്, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. രണ്ട് സൈഡിലും കാപ്പിത്തോട്ടങ്ങളാണ്. നല്ലമുട വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളത്. തമിഴ്നാട്ടിലെ നല്ലമുട വ്യൂ പോയിന്റ് ഇതാണ്. വ്യൂ പോയിന്റ് എടുക്കുന്നത് ഇതിൻ്റെ ബാക്കിലേക്കാണ് തേയിലത്തോട്ടാണ്. ഫ്രണ്ടിൽ വലിയൊരു താഴ്ചയാണ്, കംപ്ലീറ്റ് കോട മുങ്ങിന്നുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. ഏകദേശം ഒരു 3/4 കിലോമീറ്ററോളം നടന്നിട്ടാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിയാണിത്. വന്ന വഴി കംപ്ലീറ്റ് കോട മൂടി, ഒന്നും കാണുന്നില്ല. നമുക്കൊരു 10 മീറ്ററോളം കാണുന്നുണ്ട്, അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് കാണുന്നില്ല. കോട വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ സമയം 1:30. വ്യൂ പോയിന്റിലേക്ക് ഉള്ള വഴിയാണിത്. വ്യൂ പോയിന്റിൽ ഇപ്പോൾ ഞാൻ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിലും തേയിലത്തോട്ടാണ്. ഇതേ മൈൽ വന്ന് 3 മൈലുണ്ട് റോഡ് ക്രോസ് ചെയ്തിട്ട്. നമ്മൾ വണ്ടിയുടെ സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവർ വേഗം അകത്തോട്ട് പോകും. വാൾപ്പാറ ചാറ്റൽമഴ ബുള്ളറ്റ്, ആഹാ അന്തസ്. ഈ ചാറ്റൽമഴത്ത് ഈ റോഡിന് ഇങ്ങനെ പോകാൻ വേറെ തന്നെ സുഖം. അത് തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിട്ട്. വണ്ടി തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു. ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു ഉച്ച സമയത്താണ് ഇതിനെ പാസ് ചെയ്യുന്നത്. വീക്കെൻഡൊന്നല്ല, വർക്കിംഗ് ഡേയ്സിൽ തന്നെ ഞാൻ പോയത്. എന്നാലും ഇവിടെ തിരക്ക് കുറവാണ്, വാഹന തിരക്ക് വളരെ കുറവുള്ളൊരു റൂട്ടാണ്. വാൾപ്പാറ ടൗൺ എത്താനായിട്ടുണ്ട് കേട്ടോ. വാൾപ്പാറ ടൗൺ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ആ കാണുന്നൊക്കെ വാൾപ്പാറ ടൗണാണ്. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിനി സാധാരണ പോണ റൂട്ടിനാണ് തിരിച്ചു പോവുക. നമ്മൾ വന്ന റൂട്ടിനല്ല പോണ്. വാൾപ്പാറ എത്തിയപ്പോൾ ഞാൻ പെട്രോൾ പമ്പ് കയറി ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു. ഇവിടെ പെട്രോളിന് വില കുറവാണ്. ഡീസലിന് 93.88, പെട്രോളിന് 102.48. ഫുഡൊക്കെ
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പം ഇനി ഷോളയാർ ഡാം വഴി ആണ് നമ്മൾ പോകുന്നത്. സാധാരണ മലക്കപ്പാറ വാൾപ്പാറ റൂട്ട് ആ റോഡിലൂടെ നമ്മൾ പോകുന്നത്. ഇവിടുന്ന് റൈറ്റിക്കാണ് പോകേണ്ടത്. ഏകദേശം ഡാമിൻ്റെ ഒക്കെ അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ല മഴയുണ്ട്. നല്ല മഴ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ ക്യാമറ പുറത്തെടുക്കാനും വീഡിയോസ് എടുക്കാനും സാധിച്ചിട്ടില്ല. ഈ ഒരു റൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാരണം ഈ സാധാരണ നമ്മളെ മലക്കപ്പാറ വാൾപ്പാറ പോകുന്ന റോഡായിരിക്കും. ഇവിടെ വന്നിട്ടുള്ളവരെല്ലാം ഈ റോഡിന് തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഒരു സൈഡ് നമുക്ക് ഡാം വ്യൂ ആണ് കാണുന്നത്. മഴക്കാലം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു. നമ്മളെ റൈറ്റ് സൈഡിൽ തേയിലത്തോട്ടങ്ങളാണ്. ഈ റോഡ് പിന്നെ അത്യാവശ്യം വീതിയുള്ള റോഡാണ്. എല്ലാവരും വരും പോവും ചെയ്യുന്ന റോഡ് തന്നെയാണ്. ഗൈസ്, തേയിലത്തോട്ടങ്ങളുടെ നടുവിലായിട്ട് ഞാൻ വേറൊരു തോട്ടം കണ്ടു. ഒരു വൈറ്റ് കളറിലുള്ളൊരു ചെറിയ ചെറിയ പൂക്കളാണ് അതിനുള്ളത്. ഇത് കാണുന്നതാണ്. കംപ്ലീറ്റ് ഫ്ലവറാണ്. ചെറിയ ചെറിയ വൈറ്റ് ഫ്ലവർ. അപ്പോൾ ഇതെന്താണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ചുറ്റുപുറം തേയിലത്തോട്ടാണ്. ഷോളയാർ ഡാമിൻ്റെ ഫ്രണ്ടിലാണ് ആ വെള്ളം ഇങ്ങനെ ചാടുന്നത്. എന്താ അതിൻ്റെ രസം. ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഡാം വ്യൂ തന്നെയാണ് കേട്ടോ. വെള്ളമൊക്കെ വരുന്ന ഒരു ചാലുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ തിരിച്ചു പോവാണ്. ഏകദേശം മലക്കപ്പാറ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഏകദേശം ഉൾക്കാട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രതീക്ഷ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ആനനെ കാണുമോ എന്നുള്ള പ്രതീക്ഷ. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ് ആന വരാറുള്ളത്. വീണ്ടും ആന ചൂരൊക്കെ അടിച്ചു തുടങ്ങി. ഈ റോഡിൻ്റെ സൈഡിൽ കാണുന്നില്ല ഈ പുല്ല് ആനകൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പുല്ലാണ്. ഈറ്റപ്പുല്ല് എന്നതിന് പറയാം. ആനകളുടെ ഇഷ്ടഭക്ഷണമാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ എപ്പോഴും ആന കാണാറുണ്ട്. നല്ല മഴ ആയതുകൊണ്ട് എപ്പോഴെപ്പോഴും ക്യാമറ എടുക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഞാൻ ഗേസ് അവിടെ പുല്ലിൻ്റെ ഉള്ളിലൊരു ആനനെ കണ്ടിട്ടുണ്ട്. കാണാന്ന് പറഞ്ഞാൽ ക്യാമറയിൽ നമുക്ക് പകർത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരു ആനനെ ജസ്റ്റ് അവിടെ ഇങ്ങനെ പൊന്തളക കണ്ടപ്പോൾ നോക്കിയതാണ്. തടാകത്തിലോട്ട് ഇറങ്ങുന്നൊരു വഴിയാണ്. ഈ ഭാഗത്ത് എവിടെ ആയിട്ട് ഒരു ആനനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുമോയെന്നറിയില്ല. അമ്പോ ജീവനും കൊണ്ട് ഓടി അവിടുന്ന് ഞാൻ ക്യാമറയും പിടിച്ചിട്ട് ആ പുഴയുടെ വക്കത്തേക്ക് ഇറങ്ങിയതാ. തൊട്ട ബാക്കിൽ ആ പൊന്തയിലൊരു ആന ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ നേരെ ആ തടാകത്തിന്റെ അങ്ങേ കരമ ഇരിക്കുന്ന ഒരു ആള്,
അയാൾ ചൂണ്ടലിട്ടാന്നു, മീൻ പിടിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അവരിത് നേരെ കാണുന്നുണ്ട്, ഞാനിങ്ങനെ ഇറങ്ങി വരുന്നത് അപ്പുറത്ത് ആന നിൽക്കണതൊക്കെ നേരെ കാണുന്നുണ്ട്. അപ്പോൾ അവർ ഇതേ അവിടെ ആനാന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ക്യാമറ ഓഫാക്കി ഓടി അവിടെ അമ്മാതിരി ഓട്ടം. അങ്ങനെ അവസാനം ഏകദേശം ആതിരപ്പള്ളി ഭാഗത്ത് നിന്നിട്ട് ആനനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു ആനല്ല, ഒരു കൂട്ട ആനനെ തന്നെ കണ്ട്. പക്ഷെ കുറച്ച് ലോങ്ങിൽ നിന്നാണ് കാണുന്നത്. മാക്സിമം ഞാൻ സൂം ചെയ്തിട്ട് കാണിക്കാൻ നോക്കുന്നുണ്ട്. എത്രത്തോളം കാണുന്നുണ്ട്, വിസിബിലിറ്റി ആണെന്നുള്ളത് എനിക്കറിയില്ല. 2, 3, 4, 5 ആനകളുണ്ട് അവിടെ. ഇവിടുന്ന് 2 നേരെ കാണുന്നുണ്ട്. ഏകദേശം ആതിരപ്പള്ളി നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരെ മലപ്പുറം. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്തി നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് ഓണാക്കിയിടുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഇടുന്നതാണ്.